ഒരു തോട്ടക്കാരൻ ആ തോട്ടത്തിലെ എല്ലാ ചെടികളെയും ഒത്തിരി സ്നേഹത്തോടെ വെള്ളവും വളവും നൽകി പരിപാലിക്കുകയും പക്ഷേ ആ കൂട്ടത്തിൽ ഇത്തിരി ഉണക്ക് ബാധിച്ച ഒരു ചെടിയെ മാത്രം ഒഴിവാക്കുകയും ചെയ്താലോ? ചിലയിടങ്ങളിൽ പല മനുഷ്യരുടെയും അവസ്ഥ ആ ചെടികളെ പോലെയാണ്. ചില സാഹചര്യങ്ങളിൽപ്പെട്ട് ജീവിതത്തിൻ്റെ പച്ചപ്പിന് അല്പം കോട്ടം തട്ടിപ്പോയാൽ ഇന്നലെ വരെ പരിഗണിച്ചവർ ഒഴിവാക്കി മാറ്റി നിർത്തുന്ന അവസ്ഥ. ആരും ഇല്ലാതാകുന്ന പോലെയല്ല ആരും അല്ലാതായി പോകുന്നത്. തൻ്റെ പ്രിയപ്പെട്ട മനുഷ്യർക്ക് താൻ ആരൊക്കെയോ ആണെന്ന തോന്നലുകളാണ് മനുഷ്യനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ആ തോന്നലുകൾ തെറ്റായിരുന്നു എന്ന് തോന്നുമ്പോൾ അവർ തകർന്നു പോകും. ആരുമില്ലാത്ത അവസ്ഥയേക്കാൾ ഒരു മനുഷ്യനെ ജീവനോടെ ദഹിപ്പിച്ച് കളയുന്നതാണ് ഇന്നലെ വരെ പ്രിയപ്പെട്ടതായിരുന്നവർക്ക് ഇന്ന് താൻ ആരുമല്ല എന്ന തിരിച്ചറിവ്. ആരുമില്ലാത്ത അവസ്ഥ ഒരുതരം ശൂന്യതയാണ്. പക്ഷേ അവിടെ എവിടെയെങ്കിലും ഒരു പ്രതീക്ഷയുടെ കിരണം ബാക്കിയുണ്ടാവും. ആരുമല്ലാതായി പോകുന്ന അവസ്ഥ ആത്മാവിനെ കൊത്തിവലിക്കുന്ന ഒരുതരം വേദനയാണ്. നല്ല കാലത്തിൻ്റെ വേലിയേറ്റ സമയങ്ങളിൽ നമ്മൾ നെഞ്ചോട് ചേർത്തവർ കാലത്തിൻ്റെ വേലിയിറക്കത്തിൽ നമ്മൾ തകർന്നു നിൽക്കുമ്പോൾ, അപരിചിതരെ പോലെ കടന്നു പോകുമ്പോൾ മനുഷ്യരൊക്കെ സ്വയമുരുകി ഇല്ലാതെയാകും. രാപ്പകലില്ലാതെ അധ്വാനിച്ച് കൂടൊരുക്കി കുഞ്ഞുങ്ങളെ വിരിയിച്ച ഒരു പക്ഷിയുടെ ചിറകുകൾ തളരുന്ന കാലത്ത് ആ കൂട്ടിൽ നിന്ന് അത് പുറത്താക്കപ്പെടും പോലെ അങ്ങ് അകലെ ഒരു മരക്കൊമ്പിൽ മാറിയിരുന്ന് സ്വന്തം കൂട്ടിലേക്ക് നോക്കി ആ പക്ഷി വിതുമ്പുന്നുണ്ടാകും. അതുപോലെ ആഘോഷങ്ങൾക്കിടയിലും പൊട്ടിച്ചിരികൾക്കിടയിലും ഇന്നലെ വരെ ഒന്നിച്ചു നിന്നവർക്കിടയിൽ അന്യരായി നിൽക്കേണ്ടി വരുന്ന മനുഷ്യർ. ചുറ്റിനുമുള്ള എല്ലാവരും എന്തൊക്കെയോ സംസാരിക്കുന്നു, പക്ഷേ അവരോട് ആരും സംസാരിച്ചെന്ന് വരില്ല. അവർക്ക് ഒരുപാട് പറയാനുണ്ടാകും, പക്ഷേ അവരെ കേൾക്കാൻ ആരും ഉണ്ടാകില്ല. മനുഷ്യർ തകർന്നു പോകുന്നത് പണമില്ലാതാകുമ്പോഴോ പദവികൾ നഷ്ടപ്പെടുമ്പോഴോ ആരോഗ്യം ക്ഷയിക്കുമ്പോഴോ അല്ല. അത്തരം അവസ്ഥയിൽ ഇന്നലെ വരെ ചേർന്നു നിന്നവർക്ക് താനൊരു ശല്യമാകുന്നു എന്ന വേദനിപ്പിക്കുന്ന തിരിച്ചറിവിലാണ്. പുസ്തകത്താളിലെന്നോ സൂക്ഷിച്ചു വെച്ചൊരു ഉണങ്ങിയ മയിൽപ്പീലിയെ കാലങ്ങൾക്കു ശേഷം ഓർമ്മകളുടെ കണ്ണീരോടെ നെഞ്ചോട് ചേർക്കും പോലെ ഒരിക്കൽ എല്ലാമായിരുന്ന ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യരുടെ ഒപ്പമുണ്ടായിരുന്ന നിമിഷങ്ങളെ ഓർമ്മകളിൽ മാത്രം പേറി കണ്ണീരടക്കി ജീവിക്കുന്ന ആരുമല്ലാതായിപ്പോയ എത്ര മനുഷ്യരാണ് നമുക്ക് ചുറ്റിനുമുള്ളത്.